everyone. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും നമ്മൾ ഇടാറില്ല. ഒരു പുതിയ ചാനൽ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആരില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ കഴിയുന്ന ആൾക്കാർ, ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബൈനറി ട്രേഡ്, രണ്ടാമത്തത് ക്രിപ്റ്റോ. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള നിൽക്കുന്ന കോയിൻസ്, അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരുപാട് ചാനലുകളിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ മലയാളത്തിൽ പല ചാനലുകളിലും നമുക്ക് ക്രിപ്റ്റോയുടെ ഹൈ പൊട്ടൻഷ്യൽ, ഹൈ റിസ്ക് ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പല കോയിൻസുകളും അവൈലബിൾ ആണ്. പക്ഷെ അതിനെ കുറിച്ച് പറയാൻ ആർക്കും ധൈര്യമില്ല. ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കാരണത്തിൽ ഒന്ന്, എല്ലാവർക്കും ഒരു ചെറിയ പേടിയാണ്. അതായത് എങ്ങനെയെങ്കിലും അതിൽ ക്യാഷ് അങ്ങനെ ലോസ് ആയി കഴിഞ്ഞാൽ, അവർക്ക് അറിയാതായിരിക്കില്ല, ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് പിന്നെ ഈ വീഡിയോ ഇട്ട ആളെ കുറ്റം പറഞ്ഞു നടക്കും. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാനായിരിക്കും അവരെല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിപ്പോ മാർക്കറ്റ് ക്യാപ്പ് കൂടിയ കോയിൻസ് ആണെങ്കിലും കുറഞ്ഞ കോയിൻസ് ആണെങ്കിലും ഒക്കെ ഒരേ എഫക്റ്റ് ആണ് നമുക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടണമെങ്കിൽ, ഇപ്പൊ നമ്മൾ സെയിം റിസ്ക് തന്നെ എടുക്കുന്നത്, കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തീർച്ചയായിട്ടും നമുക്കെന്ത് റിസ്കി ആയിട്ടുള്ള കോയിൻസിലേക്ക് ഇട്ടാലാണ് നമുക്ക് റിസ്ക്. അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമ്മുടെ ഒരു ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കയ്യിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിനുള്ള പണത്തിന് അധികം കുറച്ച് എമൗണ്ട് നമ്മൾ കളയുന്നില്ല. എമൗണ്ട് മാത്രം നമ്മൾ വിട്ടിട്ടാവില്ല, കാരണം നമുക്ക് റിട്ടേൺസ് ആക്കിയിട്ട് അത് മാറാനുള്ള സാധ്യത, അത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ക്രിപ്റ്റോ. ഓക്കെ, അപ്പോ നമുക്ക് അങ്ങനെ പിന്നെ എനിക്ക് നിങ്ങളെല്ലാം അസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കിതിൽ ഏകദേശം ഒരു 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ബൈനറി ട്രേഡിങ്ങിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ബൈനറി ട്രേഡിങ്ങിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിഗ്നൽസ് തരാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സിഗ്നൽസ് നിങ്ങൾക്ക് തരാന്ന് പറയുന്നത്, ഇപ്പോൾ ബൈനറി ചാനൽ ഇപ്പോൾ മലയാളത്തിലൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ഫോറിൻ ഒരുപാട് ആൾക്കാർ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ സീനിയേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. അപ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞങ്ങൾ മലയാളിയാണ്. അപ്പൊ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതികളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ. അപ്പോ ചെറിയ ചെറിയ വിൻസ്, നമുക്കിപ്പോ വലിയ വിന്നുകളും $50, $60, $100 വെച്ച് നമുക്ക് കളിക്കണമെന്നില്ല. ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം 83 രൂപ, 85 രൂപ അടുത്ത് നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 വിൻ ആയി തന്നെ, അല്ലെങ്കിൽ $10 ഒരു ദിവസം ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് എത്രയായി? ഏകദേശം ഒരു 850 രൂപയുടെ അടുത്ത് നമുക്ക് വരുമാനം നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ട്രേഡ് വിന്നായിട്ടുണ്ട്. അടുത്തൊരു ട്രേഡിങ്ങിനായിട്ടുള്ള വെയിറ്റിലാണ്, അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യണം. അപ്പോ പിന്നെ എനിക്ക് ഈ വ്ളോഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടുള്ള പരിചയം കാര്യമായിട്ടുള്ളത് കൊണ്ട് എന്റെ സംസാരമൊന്നും തുടക്കത്തിൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പിന്നെ ഞാൻ തൃശ്ശൂരുകാരൻ കൂടിയാണ്. അപ്പൊ അതിൻ്റെതായ ലാംഗ്വേജ് ബാരിയേഴ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് പക്ഷേ എന്റെ സംസാരം കുറച്ചുകൂടി ഒരു സ്പീഡ് മോഡലുള്ള സംസാരമാണ്. പിന്നെ നമ്മുടെ മലയാളം ചാനലുകളിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചെങ്കിൽ, കൂടുതലായിട്ട് അവർ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരവരെങ്ങനെ ക്യാഷ് ഉണ്ടാക്കലുണ്ട്. മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു ഉപകാരമുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യാനും റെഡിയല്ല. അപ്പോ
ഞാൻ ആ റിസ്ക് അതുകൊണ്ടാണ് എടുക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ മലയാളികളിൽ മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ടുള്ളത്. കാരണം അവരവന്റെ കാശുണ്ടാക്കണമെന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരങ്ങനെ ശരിയാവുക. അത് മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴാണ് എന്നെ പോലുള്ള ആൾക്കാർക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നാൽ മാത്രമാണ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം വളരുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് കൂടുതൽ ആൾക്കാർ കടന്നു വരട്ടെ. അപ്പൊ അവർക്ക് ആ റിസ്കിനെ കുറിച്ചുള്ള കൂടുതൽ ധാരണകൾ ഉണ്ടാവട്ടെ. പിന്നെ റിസ്ക് എടുക്കാണ്ട് ആർക്കും ഒരു രീതിയിലും ക്യാഷ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബൈനറി ട്രേഡ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഗാംബ്ലിംഗ് എന്താണോ അത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പൊ ഇതിന് പ്രോപ്പർ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആണ് ഞാനൊരു ടെലിഗ്രാം ചാനലിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എനിക്ക് സിഗ്നൽ തരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ അതിന്റെ ക്യാഷും മറ്റുള്ള കാര്യങ്ങളും ഏൺ ചെയ്യാനുള്ള ഉം, പറ്റുന്ന ഒരു സാധ്യത, ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ ലെറ്റ്സ് സീ എങ്ങനെയാണ് എന്റെ ചാനൽ ഫ്യൂച്ചറിൽ പോകുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആരും ഈ ചാനൽ കാണുന്നില്ലെങ്കിലും ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം അത് എനിക്ക് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല, അത് കണ്ടറിയണം. കാരണം ഞാനൊരു ജോലിയിലൊരു വ്യക്തിയാണ്. എനിക്ക് എന്റെ നാച്ചുറൽ ഇൻകം ഇപ്പോഴും ജോലിയിൽ നിന്ന് തന്നെയാണ്. ട്രേഡിംഗ് നല്ല എന്റെ നാച്ചുറൽ ഇൻകം. അതുകൊണ്ട് ജോലിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ജോലി കഴിഞ്ഞ് എനിക്ക് സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് തീർച്ചയായും കണ്ടൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൽ ക്രിപ്റ്റോ കണ്ടൻസ് എല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ബൈനറി ട്രേഡിങ് താല്പര്യമുള്ളവർ എനിക്ക് കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കമന്റ് ഞാൻ റിപ്ലൈ തരാം. എന്റെ ടെലിഗ്രാം ചാനൽ ആൻഡ് ട്വിറ്റർ ചാനൽ എല്ലാം ഞാൻ ലിങ്ക്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാനാണ്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യണം. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കറിയാം ഒരു ബുദ്ധിമുട്ട്, നമ്മളൊരു ബിഗിനർ ആവുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, ട്രേഡിങ്ങിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ ബിഗിനർ ആയിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് പറ്റും, മിസ്റ്റേക്സ് ഒരുപാട് പറ്റും. പക്ഷെ ആ മിസ്റ്റേക്സ് നമുക്ക് കുറച്ച് വരണമെങ്കിൽ നമുക്ക് ഒരു അസിസ്റ്റൻസ് കിട്ടണം. അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും നമുക്ക് ഈ അസിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ അസിസ്റ്റൻസ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തരുമ്പോൾ അത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം ഫ്യൂച്ചറിൽ. അപ്പോൾ ആ അസിസ്റ്റൻസ് കിട്ടി നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. കാരണം പക്ഷെ അതിന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതുപോലുള്ള നമ്മൾ ഈ ട്രേഡിങ് വിന്നായി വേണ്ട, ഈ ട്രേഡ് നമ്മൾ വിന്നായി. ഓക്കെ, ഇത് നമ്മൾ കാണുന്ന പോലെ ഈസി അല്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിൽ എനിക്ക് ഒരുപാട് കാശ് ഒരു സമയത്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ അനുഭവമാണ് അതെല്ലാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് കണ്ട് ജസ്റ്റ് ഇതേപോലെ 4 വര വരച്ച് അല്ലെങ്കിൽ 4 ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ 1-2 പിന്നൊക്കെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നത് നമ്മൾ അറിയില്ല. അതേപോലെ നിങ്ങൾക്ക് പ്രോപ്പർ അസിസ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇതൊരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോക്കാം എന്തുണ്ടാവുന്ന ഫസ്റ്റ്. അപ്പൊ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. ഇതേപോലുള്ള ട്രേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തുടക്കത്തിൽ ഫ്രീ ആയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം പോക്കറ്റ് ഓപ്ഷൻ ആണ്. നമ്മുടെ പോക്കറ്റ് ഓപ്ഷൻ ഫേമസ് ആണ്, ഭയങ്കരമായിട്ട് ചെയ്യുന്ന എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ്. പക്ഷെ ഇതിന് പ്രോപ്പർ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഹൈ റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഇടുന്ന എമൗണ്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്കൊരു $10 അല്ലെങ്കിൽ $20, $50 സ്റ്റാർട്ട് ചെയ്യാം. $10 4,000 രൂപ
$10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 850 രൂപ. അപ്പൊ ഒരു $20 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് റിസ്ക് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് എപ്പോഴും തുടർച്ചയായിട്ട് ബില്ല് കിട്ടണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. അതൊക്കെ ആ ടൈമിലെ മൂഡ് അനുസരിച്ചിരിക്കും. ആ ടൈമില് ആ ഒരു ആ, നമ്മുടെ ലക്കും അനുസരിച്ചിരിക്കും. ലക്ക് ഇതൊരു വലിയ ഘടകമാണ്. കാരണം ഇവരാരും നമുക്ക് കാശ് തരാനുള്ള ഇരിക്കുന്നത്. ഇവര് അവർക്ക് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇടയിൽ കൂടെ നമ്മൾ ഫിഷ് ചെയ്യാണ്. ലക്ക് നമുക്ക് ഉണ്ടാവുന്ന യാതൊരു നിർബന്ധവും ഇതിലില്ല. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പെപ്സി നമുക്ക് വെയിറ്റ് ചെയ്യും എന്തുണ്ടാവുന്നത്. ഇത് കുഴപ്പമാണെന്ന് എനിക്ക് തോന്നിയതാണ്. മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഉം. അപ്പൊ ആ ട്രേഡ് ലോസ് ആയി. നമ്മൾ അടുത്ത ട്രേഡ് എടുത്ത് നോക്കിയിട്ടുണ്ട് എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല. പെപ്സി അവർക്ക് നമ്മുടെ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ മാതിരി പോകില്ല, അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും പോവാ. അപ്പൊ ഏകദേശം അവർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺസ് ഒക്കെ. കാരണം ആ ഒരു പാറ്റേൺസ് ഇങ്ങനെ അവരുടെ അൽഗോറിതം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് വിന്ന് കിട്ടുന്ന പോലെ തന്നെ കണ്ടിന്യൂസ് ലോസ് കിട്ടാനും നമുക്ക് സാധ്യതയുണ്ട്. അൽഗോറിതം ചേഞ്ച് ആയിട്ടുണ്ട്. അവർ ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട് അൽഗോറിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ റിസ്ക് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഫണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ആ റിസ്ക് മാനേജ് ചെയ്ത് കളിക്കാം. ലെറ്റ്സ് സീ എന്തായാലും എന്തുണ്ടാവാൻ പോകുന്നത് നമുക്ക് കാണാം. ഇത് റിവേഴ്സലാണ് കാണുന്നത്. ഇത് ആ, ഒന്നുമില്ല, നമ്മൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സാധ്യത ഇത് വിന്നാവാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിലൂടെ നിർത്തേണ്ടി വരും. കാരണം അവർ അൽഗോറിതം ചേഞ്ച് ചെയ്തേക്കുന്നു. അൽഗോറിതം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സമയത്തിന് ശേഷമായിരിക്കും പിന്നെ നമുക്കൊരു വിന്ന് കിട്ടും. അവസ്ഥ 33 സെക്കൻഡ് ബാക്കി. പക്ഷെ അതിനിടയ്ക്ക് എന്റെ റെക്കോർഡർ ഓഫായി കഴിഞ്ഞു. പിന്നെ അതിനകത്ത് നിങ്ങൾക്കറിയാലോ ക്യാൻഡില് താഴെയാണ് നിൽക്കുന്നത്. നമ്മൾ നോക്കെല്ലാം ട്രേഡ് എടുത്തത് നമ്മളത് പിന്നായിരുന്നു. ട്രേഡ് നമ്മൾ പിന്നായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ട്രേഡോടെ നിർത്തണം. നമ്മൾ 3 ട്രേഡ് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ലൊരു സമയം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാനും ട്രേഡ് എടുക്കും. പേഴ്സണലായിട്ട് ട്രേഡിൽ എടുക്കാറുണ്ട് ഞാൻ. അപ്പോ താല്പര്യമുള്ളവര് താല്പര്യമുള്ള ആൾക്കാർ എന്നെ എനിക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങളിൽ. ഇതൊന്നൊരു ഗ്യാരണ്ടീഡ് ഇൻകം അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഹൈ റിസ്ക് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഹൈ റിസ്ക് തന്നെയാണ്. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സമയങ്ങളൊക്കെ കളഞ്ഞ് എത്രയും സമയം നമ്മൾ വേറെ ഒരു യൂസ് ഇല്ലാണ്ട് കളഞ്ഞ് വേസ്റ്റ് ചെയ്യണം. ആ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ആ, നമ്മുടെ ഒരു ഡെവലപ്മെന്റിന് അത് യൂസ്ഫുൾ ആയിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊക്കെ ഒരു
അറിയുള്ളൂ. ഇതൊക്കെ ഫ്യൂച്ചറാണ്. നമ്മുടെ ഫ്യൂച്ചറിൽ ഇതെല്ലാം ഇതിങ്ങനത്തെ ട്രേഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പോപ്പുലർ ആയിട്ട് വരാനാണ് സാധ്യത. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളിതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ എന്തായാലും കൂടുതൽ ചെയ്യാൻ ട്രൈ ചെയ്യാം. നമുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാവണം. മനസ്സിലായാൽ മാത്രമേ നമുക്ക് ലൈഫിൽ നമുക്ക് പുരോഗതി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന ഫിലോസഫി പറയുന്ന ചാനലല്ല. എനിവേ ഇത് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് കൂടുതൽ വീഡിയോസ് വരും. നമ്മൾ ക്രിപ്റ്റോ ആൻഡ് ബൈനറി ബോത്ത് കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളും നമ്മുടെ ഉണ്ടാവും. ബൈനറി ഉണ്ടായിരിക്കും, ക്രിപ്റ്റോ ഉണ്ടായിരിക്കും. അപ്പോ ക്രിപ്റ്റോയില് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നമ്മളൊരു കറന്റ്ലി അവൈലബിൾ ഉള്ള കറന്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കോയിൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ പ്ലാൻ എടുക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് നഷ്ടം ഉണ്ടായിക്കോട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. റിസ്ക് എടുത്ത് നഷ്ടം ഉണ്ടാണെങ്കിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ ലാഭം ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കുന്നതാണ് ഞാൻ. അപ്പൊ എന്റെ ചാനലിൽ വരുന്ന ഏതൊരു വ്യക്തിയും അതേപോലെ റിസ്ക് എടുത്ത് എടുക്കാൻ റെഡി ആയിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് വളരാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഒരിക്കൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഞാൻ ഇനി പുതിയ വീഡിയോകളായിട്ട് വരുന്നുണ്ട് റെഗുലറായിട്ട്. ഒരു വ്യൂ മതി, അത് മതി. എനിക്കറിയാം എന്നെ പോലുള്ളൊരു വ്യക്തിക്ക് ചിലപ്പോൾ വ്യൂസ് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം അറിയില്ല. പക്ഷെ വൺ ഡേ ആരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ഇതുവരെയും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഈ അവസാനത്തിൽ ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ല. അവസാനം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കറിയാതെ ആരും കേട്ടിട്ടുണ്ടായിരിക്കില്ല. എനിവേ, തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. നമ്മൾ ഈ ബൈനറിയിലും ഞാൻ അങ്ങനെ തന്നെയാണ്, ക്രിപ്റ്റോയിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വൺസ് തോറ്റ് പിന്നെ അതിൽ നിന്ന് ഉയർത്ത് വന്ന് പിന്നെ അതിൽ നിന്ന് ലാഭം നേടിയവരാണ് ഞാനത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇതിലും തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. ആരും ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. താങ്ക് യു, എല്ലാവർക്കും നന്ദി. അപ്പൊ നിങ്ങളെല്ലാവരും ആരെങ്കിലും ഇപ്പൊ കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ആദ്യത്തെ വീഡിയോസിൽ